ഈ വീഡിയോ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അത് തുലാഭാരം നടത്തുന്നതാ. പാസ്സൊക്കെ എടുക്കത്തില്ല, വരുമ്പോൾ പാസ്സൊക്കെ എടുക്കുന്ന കൗണ്ടറുകളത്. തിരക്കുള്ള സമയത്ത് ടിക്കറ്റൊക്കെ പാസ്സനുസരിച്ച് എടുക്കുന്നു സാധനമാണ്. വീഡിയോ എടുക്കരുത് അനുവാദമൊക്കെ ഉണ്ട്. അവർ ഇവിടെ പറഞ്ഞ് എടുത്തോളാൻ. ജാളിമുഖം കടയെ കാണാം. അക്കരെ ഇപ്പുറത്തിറങ്ങി നമ്മൾ കടല് കാണാം. ലൈവാ ലൈവാ. ഇപ്പുറത്തെ കടലാണ്, ഇപ്പുറത്തെ അപ്പുറത്തൂടെ വരാം. ഇത് വഴിപാടും കാര്യങ്ങളും, പൂജാ സാധനങ്ങൾ വഴിപാട് എന്നീ സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് എല്ലാ സാധനം തിരി വിളക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം മേടിക്കാം. തിരക്കുള്ള സമയത്ത് ഇവിടെ ഭയങ്കരമാണ്. സമയമായില്ല, ഉത്സവ സമയമായില്ല. പൊങ്കാലയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം കടല് തൊട്ട് വടക്കേ സൈഡിലാണ് കടൽ. അവിടെ കൂടെ ഒന്ന് കറങ്ങിയിട്ട് പോവാണ്. ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, പിന്നെ യൂട്യൂബറും ബ്ലോഗർമാരൊക്കെ ആയിരുന്നു വീഡിയോ ഒക്കെ എടുത്ത്. നമുക്ക് ഇപ്പോൾ 25 വർഷത്തിനുള്ളിൽ നമുക്ക് വരാൻ നമ്മുടെ സുഹൃത്തും ഫ്രണ്ട്സും വരാനുള്ള തയ്യാറിലായതുകൊണ്ട് ഇന്ന് മഴയൊന്നും മറ്റൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ ഭയങ്കര നിറങ്ങാൻ പറ്റി. പിന്നെ മഴയുടെ ഇതായതുകൊണ്ട് നമുക്ക് അസ്തമയൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ കച്ചവടമൊക്കെ ഇവിടെ മഴ പണ്ടൊന്നും പോലല്ല. കച്ചവടമൊക്കെ അടിപൊളി കച്ചവടങ്ങളൊക്കെ നടക്കുന്നു. ഫ്രണ്ട്സ് കണ്ട ഇതുണ്ട്. എന്തായാലും പേരെന്തോ? ഓക്കെ, പോട്ടെ. വരാം. ആ കടലൊന്ന് കണ്ടേച്ച് വരട്ടെ. വാർന്നതിന് മുമ്പ് വരാനും. നമ്മുടെ കടൽ തീരപ്രദേശത്തോട്ട് ഇവിടെ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു. 25-30 വർഷത്ത് ഇപ്പോഴൊന്നും ഇല്ലായിരുന്നു ഇവിടെ. നല്ല കടകളൊക്കെ ആയി. ഉച്ചാത്തിയൊക്കെ ഉണ്ട്. പൊരി ഇങ്ങനെയുള്ള സാധനങ്ങൾ. ശ്രീഭദ്ര സ്റ്റോഴ്സ്. നമ്മൾ കൂടുതൽ സമയം നിൽക്കുന്നില്ല, തിരക്കായതുകൊണ്ട്. മഴയുടെ ഒരു ഇതുണ്ട്. നമ്മൾ തിരക്കായതുകൊണ്ട് നമ്മളൊക്കെ എടുക്കുക. പിന്നെ എന്തര പൂരി ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് കഴിക്കുന്നതുണ്ട് സാധനമൊക്കെ. ഇവിടെ ഉണക്കമീനൊക്കെ ഉണ്ട്. ഇവിടെ സാധനമൊക്കെ ഉണ്ട്. അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തൊക്കെയാണ്. പിന്നെ ഇപ്പുറത്തെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ 5-6 കപ്പലണ്ടി കൊണ്ടുവന്നു. അത് തിന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കടലിലെ തീരപ്രദേശത്തൂടെ പ്രദേശമല്ല, കടലിൻ്റെ ആകെ തന്നെ ഉറക്കാപ്പുറത്ത് കടലിൻ്റെ അവിടെ വെള്ളങ്ങൾ മക്കളുടെ മീൻകാരൊക്കെ പോകുന്ന ചെറിയ കൊച്ചു വെള്ളങ്ങളാണ് കിടക്കുന്നത്. തിരക്ക് കുറവാണ്. സീസൺ സമയത്ത് ഇവിടെ അങ്ങ് നിൽക്കാനൊക്കത്തില്ല.